ഇന്ന് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 10 എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ. മാജിക് ഡസ്റ്റ് എവ്രി വൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തരുന്ന ഒരാളായിരിക്കും. അയാളോട് താങ്ക് യു പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ വന്ന് F&B സർവീസ് ചെയ്യുന്ന ആൾക്കാരോട് താങ്ക് യു പറയുക. എല്ലാവരോടും ഇന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആളെ കാണത്തില്ലായിരിക്കും. മേ ബി നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ റോഡ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേക്കുന്നത് ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരാൾ കാണുമല്ലോ. അയാളോട് നന്ദി പറയുക. എന്താ പറയുക, നിങ്ങൾ ഡയറക്റ്റായിട്ട് കാണുവാണ്, നിങ്ങൾ ഒരു സർവീസ് തന്ന ആളെ ഡയറക്റ്റായിട്ട് കാണുവാണെങ്കിൽ അയാളോട് താങ്ക് യു പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ താങ്ക് യു പറഞ്ഞതെന്ന് അയാളോട് പറയുക. എന്നിട്ട് നിങ്ങൾ ഈ പറയുമ്പോൾ ഒരു മാജിക് ഡസ്റ്റ്, ഒരു ഗോൾഡൻ കളറിൽ ഒരു ഡസ്റ്റ് അവരുടെ മേത്ത് വീഴുന്ന കണക്ക് സങ്കല്പിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇന്നപ്പോൾ എന്തൊക്കെ സർവീസ് നിങ്ങൾക്ക് ലഭിച്ചോ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസിന് പോവുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോട്ടലിൽ പോവുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ട രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റാഫ്സ് പെരുമാറിയത്, റൂഡായിട്ടൊക്കെ ആയിരിക്കും. ആ സന്ദർഭത്തിൽ വരെ നിങ്ങൾ ആലോചിക്കണം. അവർ ചിലപ്പോൾ അവർക്കൊരു ബാഡ് ഡേ ആയിരിക്കും അന്നത്തെ ദിവസം. അവരെന്തെങ്കിലും ആലോചിച്ച് അവർ ചിലപ്പോൾ ഒരു വിഷമത്തിലോ സങ്കടത്തിലോ ഒക്കെ ആയത് കാരണമായിരിക്കാം അവർ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത്. ആ സന്ദർഭത്തിൽ വരെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് താങ്ക്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. കാര്യം ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കണക്ക് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തില്ല. കാര്യം നമ്മൾ പൈസ കൊടുത്തിട്ട് പോകുന്നതാണ്, അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കണക്ക് ട്രീറ്റ് ചെയ്തില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മളൊരു കാര്യം ആലോചിക്കണം, എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കില്ലായിരിക്കുന്നത്. അവരുടെ എന്തെങ്കിലും ഒരു വിഷമം കാരണമായിരിക്കാം അവരങ്ങനെ റിയാക്ട് ചെയ്തത്. ആ സമയത്ത് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും നല്ലത് കണ്ടുപിടിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നോക്കുക. അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സർവീസ് ലഭിച്ചോ അതിനെല്ലാത്തിനും താങ്ക് യു പറയാം. നിങ്ങൾ ഡയറക്റ്റായിട്ടാണ് അയാളെ കാണുന്നതെങ്കിൽ അയാളോട് താങ്ക് യു പറഞ്ഞിട്ട് എന്താണ് റീസൺ എന്ന് പറയാം. മാജിക് ഡസ്റ്റ് മാജിക് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ ഡസ്റ്റ്. ഒരാളോട് താങ്ക് യു പറയുമ്പോൾ ഒരിക്കലും താഴോട്ട് നോക്കി മുകളിലേക്ക് നോക്കി ഇങ്ങനെ സംസാരിക്കില്ല. അയാളുടെ കണ്ണിൽ നോക്കി ആത്മാർത്ഥതയോടെ താങ്ക് യു പറയാം, റീസൺ പറയാം. എന്നിട്ട് അവരുടെ മേത്തൊരു മാജിക് ഡസ്റ്റ്, ഒരു ഗോൾഡൻ കളറിൽ ഒരു പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കണക്ക് ഇമാജിൻ ചെയ്യുക. ഇതാണ് ഇന്ന് ചെയ്യേണ്ട ഒരു ടാസ്ക്. ഓക്കെ, അതാണ് ഇന്ന് ചെയ്യേണ്ടത്. ഇത് കൂടാതെ എല്ലാ ദിവസവും ബ്ലെസ്സിങ്സ് എഴുതാനും ആത്മാർത്ഥമായിട്ട് താങ്ക് യു എന്ന് പറയാനും മറക്കരുത്. രാത്രി നമ്മുടെ മാജിക് റോക്ക് കയ്യിൽ വെച്ചിട്ട് അന്നത്തെ ദിവസം നടന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്ത് താങ്ക് യു പറയാനും മറക്കരുത്. ഇത് കൂടാതെ നമ്മൾ ഡേ 11 ചെയ്യേണ്ട കാര്യം ഞാൻ പറയുകയാണ്. ഡേ 11 ചെയ്യേണ്ട കാര്യം, നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ താങ്ക് യു നിങ്ങൾ റെഡിയായി ഓഫീസിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിൽ പോവാൻ റെഡി ആവില്ല, നിങ്ങൾ കുളിച്ച് റെഡി ആവില്ല, അതുവരെ താങ്ക് യു എല്ലാ കാര്യത്തിലും താങ്ക് യു പറയാം. നിങ്ങൾ എന്തൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ, രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കാല് തറയിൽ കുത്തുമ്പോൾ താങ്ക് യു പറയുക. നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത്, ടാപ്പ് തുറക്കുമ്പോൾ താങ്ക് യു പറയുക. കറക്റ്റ് നിങ്ങൾ തുറന്നപ്പോൾ വെള്ളം വന്നില്ലേ, അപ്പോൾ അതിന് കുറേ ആൾക്കാരുടെ അധ്വാനം ഉണ്ട് ആ വെള്ളം വന്നതിന് ടാപ്പിൽ. അപ്പോൾ അതിന് നന്ദി പറയുക, വെള്ളത്തിന് നന്ദി പറയുക. ബ്രഷ് എടുക്കുവാണെങ്കിൽ ബ്രഷിന് നന്ദി പറയുക, സോപ്പ് എടുക്കുവാണെങ്കിൽ അങ്ങനെ എല്ലാ സാധനത്തിലും നിങ്ങൾ റെഡി ആവുന്നവരെ എന്തൊക്കെ സാധനത്തിന് ടച്ച് ചെയ്യുന്നു അതിനകത്തെല്ലാം താങ്ക് യു പറയുക. അപ്പോൾ നാളത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11th ഡേയിൽ ചെയ്യേണ്ട പ്രോസസ്സ് നമ്മൾ എണീക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കുളിച്ച് റെഡി ആവുന്നവരെ താങ്ക് യു പറയുക. നിങ്ങൾ കിച്ചണിൽ പോയി കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എല്ലാ സാധനത്തിനകത്തും താങ്ക് യു പറയുക. എല്ലാ കാര്യവും നിങ്ങൾ റെഡി ആവുന്നവരെ എന്തൊക്കെ സാധനത്തിൽ തൊടുന്നു, എന്തൊക്കെ ചെയ്യുന്നു എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഡേ 11 പ്രാക്ടീസ്. ഇതുകൂടാതെ ബ്ലെസ്സിങ്സ് എഴുതുക, മാജിക് റോക്ക് പ്രാക്ടീസും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.